ചേട്ടാ എന്താന്ന് ചേട്ടാ ഇതൊന്ന് കേശവാട്ടന് കൊടുക്കണം. കേശവട്ടൻ അകത്തുണ്ടെന്ന് തോന്നുന്നത്. ആ ശരി, ഞാൻ കൊടുക്കാം, നോക്കട്ടെ. കേശവട്ട, ഞാൻ ഇപ്പോഴിങ്ങോട്ട് വരുമ്പോഴേ ഒരാൾ ബൈക്കിൽ വന്നിട്ട് തന്നതാണിത്. നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നതാണ്. എന്താണെന്നൊന്നും അറിയില്ല സാധനം. സാധനം തന്ന ആരാ തന്നെ? ആളെ എനിക്കത്ര പരിചയമൊന്നുമില്ല കേശവട്ട. നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നു, അത്രയേ ഉള്ളൂ. കേശവട്ടൻ അത് തുറന്നു നോക്ക്. അതിങ്ങനെ വെച്ചോണ്ടിരുന്ന കാര്യം. തുറക്ക്. ഇതൊരു കത്താണല്ലോ. ഞാൻ വെച്ച എന്തെങ്കിലും സാധനമാണോ? ആ കേശവട്ട, അതൊന്ന് വായിച്ചു നോക്ക്. എന്നാലും നമുക്ക് എന്താ സംഭവം എന്നറിയാൻ പറ്റൂ. എന്താ കേശവട്ട ഒരു അന്താളിപ്പ്? അല്ല, എന്താണ് അതിൽ എഴുതിയത്? നീ എന്നെ വായിച്ചു നോക്ക്. ഇന്നാ പോയി പണി നോക്ക് ചേട്ടാ. എന്നോട് നേരിട്ട് പറയാൻ കഴിയാതെ ഏത് തെണ്ടിയാണ് ഇത് പറഞ്ഞു? പണിക്ക് പോവാതെ ഭാര്യന്റെ ചെലവിലെ കയ്യിൽ നിന്ന് ഇത്ത നാട്ടുകാർക്കൊക്കെ അറിയാം. ഓ, അതാണ് പോയി പണി നോക്ക് എന്ന് എഴുതിയത് അല്ലേ? ഓക്കെ. എനിക്കൊരു സംശയം, ഇത് നീ തന്നെ എഴുതി പെട്ടിയിലാക്കി കൊണ്ടുവന്നല്ലേ? അല്ല കേശവട്ട, നിങ്ങൾ എന്നെയാ സംശയിക്കുന്നത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അല്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു CCTV ക്യാമറ ഫിറ്റാക്കി കൂടെ? എന്ന് എന്താ വരുന്നത് ആരാന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റൂലേ? എനിക്ക് വേറെ പണിയില്ല, അതൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട. എൻ്റെ കേശവട്ട, CC ക്യാമറ ഫിറ്റാക്കാൻ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഇതിപ്പോൾ നിങ്ങൾക്കൊരു കത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനേക്കാൾ വലുതെന്തോ വരാനുണ്ട് കേട്ടാ. നിങ്ങൾ തമാശ കളിക്കണ്ട. വേഗം ഒന്നൊരു ക്യാമറ ഫിറ്റ് ആയിക്കോ. എനിക്ക് അതിന്റെ വഴിയൊന്നും നടക്കാനൊന്നും കഴിയില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ക്യാമറമായി ഫിറ്റ് ചെയ്യും. എന്നാ ശരി കേശവട്ട, അത് ഞാൻ ഏറ്റു. ഒന്നും പഠിക്കണ്ട, നല്ല അടിപൊളിയാക്കി ഫിറ്റാക്കി തരും. വാങ്ങാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് നീ വില്ല വിലേന്റെ ഒന്നും വാങ്ങണ്ട, ഒരു ഇടത്തരം വാങ്ങിയാ മതി. കേശവട്ട, ഈ വില കുറഞ്ഞ ക്യാമറ മേടിച്ചാലേ വലിയതായിട്ട് ക്ലിയർ ആയിട്ടൊന്നും കിട്ടൂല. ഈ നൈറ്റിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണൂല. അതുകൊണ്ട് നല്ല വിലയിൽ തന്നെ വാങ്ങിക്കാം. ശരി, നീ നല്ല എണ്ണ വാങ്ങിക്കോ, നിന്റെ സൗകര്യം നോക്ക്. എന്നാ ശരി കേശവട്ട, ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വാങ്ങിട്ട് വരാം. നമുക്ക് നാളെ തന്നെ ഫിറ്റാക്കാം. ശരി, എന്നാൽ ഈ ക്യാമറ വാങ്ങാൻ പോകുന്ന സ്ഥലത്തുനിന്ന് എന്നെ വിളിച്ചാൽ മതി. ആ പണം ഞാൻ ഗൂഗിൾ പേ അയച്ചു തരാം. ശരി കേശവട്ട, അത് ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ശരി. സംഭവം സക്സസ് ആയി. ക്യാമറ വാങ്ങിക്കാൻ കേശവേട്ടൻ ഓർഡർ തന്നു. ഓക്കെ. അയാൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു സംശയമില്ല. നമ്മൾ ക്യാമറ വാങ്ങിക്കുന്നു, ഫിറ്റാക്കുന്നു, പൈസ വാങ്ങിക്കുന്നു, കഴിഞ്ഞു. എന്റെ കമ്മീഷൻ മാർക്കറേ. കമ്മീഷനൊക്കെ ഞാൻ ഏറ്റു. കേശവട്ട, അത് പിന്നെ ഞാൻ ക്യാമറ പണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറപ്പെട്ടതാ. ക്യാമറ ചെലവാകാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു നാടകം കളിച്ചതാണെന്ന് എനിക്ക് നേരത്തെ ഒരറിവ് കിട്ടിയില്ല. ഓ, കേശവേട്ടൻ അത് മനസ്സിലായി അല്ലേ? എടാ, ഇതിന്റെ അകത്തൊരു CCTV ക്യാമറയുണ്ട്. അതിനാണ് ദീർഘവീക്ഷണം ബുദ്ധി എന്നൊക്കെ പറയുന്നത്. കേശവട്ട, എന്നാല് നമ്മളങ്ങോട്ട് ഏതായാലും നീ ഒരു ക്യാമറ വാങ്ങി ഫിറ്റാക്കാൻ പോയതല്ലേ, ഒന്ന് ഫിറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഇരിക്കട്ടോടെ ഒരു CCTV ക്യാമറ. ബൈക്കെടുത്ത് പോകുമ്പോ ശ്രദ്ധിക്കണം, മുക്കില് പോലീസ് ഉണ്ട്. നിങ്ങൾക്ക് ഹെൽമെറ്റ് ഒന്നും ഇല്ലാലോ? മുക്കിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടാ? അല്ല കേശവട്ട, നിങ്ങളെങ്ങനെ അതറിഞ്ഞത്? ദീർഘവീക്ഷണവും ബുദ്ധിയും, അതാണ് എന്റെ CCTV.